മെക്സിക്കോയിലെ ബഹാ കടൽ തീരം. അവിടുന്ന് കടലിലേക്ക് കുറച്ച് ഉൾമാറിക്കൊണ്ട് ഒരു ഓയിൽ റിഫൈനറി ഉണ്ട്. ചില അറ്റകുറ്റപ്പണികൾക്കായിട്ട് 2 തൊഴിലാളികൾ ഇപ്പൊ അങ്ങോട്ടേക്ക് ചെറിയൊരു ബോട്ടിൽ വന്നിരിക്കുകയാണ്. കടലിന്റെ അടിഭാഗത്തേക്ക് പോയിട്ട് വേണം അവർക്ക് ചില ജോലികൾ ചെയ്യാനായിട്ട്. അതിനുവേണ്ടി കൂട്ടത്തിലെ ഒരാൾ സ്വിമ്മിംഗ് സൂട്ട് ധരിച്ചുകൊണ്ട് കടലിനടിയിലേക്ക് പോവുകയാണ്. അസാമാന്യമായ ധൈര്യം തന്നെ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ ഒരു മനുഷ്യന് ആവശ്യമാണ്. അങ്ങനെ കടലിന്റെ അടിയിലേക്ക് പോയ ഈ ആളുണ്ടല്ലോ, അയാളെ ഏൽപ്പിച്ച ആ ഒരു ജോലി നന്നായിട്ട് തന്നെ ചെയ്യാണ്. അതായത് ചില ലീക്കേജുകൾ ഉണ്ടായിരുന്നു, അത് അയാൾ അടക്കുകയാണ്. എന്നാൽ ഇത് കഴിഞ്ഞ സമയത്ത് എന്തോ ഒരു പ്രശ്നം അവിടെ ഉള്ളതായിട്ട് ഇയാൾക്ക് ഫീൽ ആവുകയാണ്. അതായത് ഇതുവരെയായിട്ടും കേൾക്കാത്ത അസ്വാഭാവികമായിട്ടുള്ള ചില ശബ്ദ പ്രകമ്പനങ്ങൾ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഇയാളൊന്ന് ഭയന്നു പോവുകയാണ്. സോ അതിവേഗം തന്നെ ഇയാൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ചുഴി രൂപപ്പെട്ട് അതിൽ ഇയാൾ പെട്ടുപോവുകയാണ്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ ആ ചുഴി അവിടുന്ന് മറഞ്ഞുപോയി. ആ വെള്ളത്തിനടിയിലെ ഏരിയ ശാന്തമാവുകയാണ്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് കുറച്ചധികം മത്സ്യങ്ങൾ ഇയാളുടെ നേരെ വരികയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ജെല്ലി ഫിഷുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ എവിടെ നിന്നാണെന്ന് അറിയില്ല, വലിയ എന്തോ ഒന്ന് വന്നിട്ട് ഇയാളെ കടിച്ചു മുറിക്കുകയാണ്. വെള്ളത്തിന്റെ ആ ഭാഗം മുഴുവനായിട്ടും രക്തം കൊണ്ട് നിറയുന്നുണ്ട്. ഇതേ നേരം മുകളിൽ ബോട്ടിലിരിക്കുന്ന ആള് വെള്ളത്തിനടിയിലേക്ക് പോയ ആ ആളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യാതൊരു മറുപടിയുമില്ല. ഇയാൾക്കും തോന്നി എന്തോ ഒരു അപകടം ഇവിടെ ഉണ്ട്. വേഗം തന്നെ ബോട്ട് ഓൺ ആക്കിക്കൊണ്ട് ഇയാളും അവിടുന്ന് പോവാൻ നിൽക്കുമ്പോൾ വലിയ 2 പല്ലുകൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അതും അവ്യക്തമായ രീതിയിൽ പെട്ടെന്നത് മുകളിലേക്ക് വരികയാണ്. ആ ഒരു ബോട്ടിനെ കടിച്ചെടുക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ദ ബ്ലാക്ക് ഡീമൺ. മെക്സിക്കോയിലെ ഈ ബഹാ തീരത്ത് ജോലി ചെയ്യുന്ന ചില മത്സ്യത്തൊഴിലാളികൾ അവരുടെ മുതുമുത്തശ്ശന്മാർ പറഞ്ഞ് ചില കഥകൾ കേട്ടിട്ടുണ്ട്. അതായത് കടലിന്റെ ഈ ഭാഗത്ത് ദൈവികമായ എന്തോ ഒരു ശക്തിയുണ്ട്. അതായത് അമാനുഷികമായ വലുപ്പമുള്ള എന്തോ ഒരു ഭീകര സ്വത്വം. അതിന് ആ ഒരു നാട്ടുകാരും പഴമക്കാരും വിളിച്ചിരുന്നത് എൽ ഡെമോണിയോ നെഗ്രോ എന്നാണ്. ആ ഒരു പേര് കേട്ടാൽ തന്നെ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പേടിച്ച് കടലിൽ നിന്ന് പിന്മാറും. എന്നാൽ ഈ നാട്ടുകാർ പറയുന്ന ഈ കഥയിലൊന്നും പുറത്തുള്ള വലിയ കമ്പനിക്കാർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അങ്ങോട്ടേക്ക് ജോലിക്ക് വരുന്ന ആൾക്കാർക്കും അതിൽ യാതൊരു വിശ്വാസവും ഇല്ല. അതുതന്നെയാണ് ഇവരെല്ലാവരെയും അപകടത്തിലേക്ക് നയിക്കുന്നതും. ഈ സംഭവം നടന്ന് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബഹാ തീരം എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. ഇപ്പൊ ഈ ഒരു സ്ഥലത്തേക്ക് ഒരു ഫാമിലി വരുന്നുണ്ട്. പോളും അദ്ദേഹത്തിന്റെ ഫാമിലി, കൂടെ തന്നെ ഭാര്യയായിട്ടുള്ള ഐറിൻ ഉണ്ട്. ബാക്കിലാണെങ്കിൽ മൂത്ത മകളായിട്ടുള്ള ആൻഡ്രി, അതുപോലെ തന്നെ ഇളയ മകനായിട്ടുള്ള ടോമി. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം അച്ഛനും മക്കളും അമ്മയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും പോളിന് ഇവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അതായത് ആ ഒരു ഓയിൽ റിഗ് ഉണ്ടല്ലോ, അവിടത്തേക്ക് ഒരു ഇൻസ്പെക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ജോലിയുടെ ഭാഗമായിട്ട് ഒരു ട്രിപ്പ് കൂടെ ആക്കാന്ന് പറഞ്ഞിട്ട് ഫാമിലിയുടെ കൂടെ അടിച്ച് പൊളിച്ച് വരികയാണ്. മാത്രമല്ല ഈ ബഹാ തീരം എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾ തന്നെ നോക്കിയേ, തെങ്ങും തോപ്പുകളും അത്യാവശ്യം പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമില്ലേ. എന്തായാലും ഇൻസ്പെക്ഷൻ വേഗം തീർത്ത് ഈ സ്ഥലമെല്ലാം ഒന്ന് ചുറ്റി കാണണമെന്നാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ആ ഒരു ബഹാ തീരത്തേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. നല്ലൊരു ഹോട്ടൽ ഇനി തപ്പി കണ്ടുപിടിക്കണം. എന്നാൽ ആ ഒരു ഗ്രാമത്തിൽ എത്തിയ സമയത്താണ് സിറ്റുവേഷൻ കുറച്ച് മോശമാണെന്ന് മനസ്സിലാവുന്നത്. അതായത് പുറത്ത് ആരെയും അധികം കാണാനില്ല. ഇനിയിപ്പോ കുറച്ച് ആൾക്കാരെ അവിടെ ഇവിടെയായിട്ട് കണ്ടാൽ തന്നെ ഒരു മനുഷ്യനും ചിരിക്കുന്നില്ല. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരുമാതിരി ഒരു ദാരിദ്ര്യയുടെ. പിന്നീട് പോള് വണ്ടി നിർത്തിയിട്ട് അവിടെ കണ്ട ഒരാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവിടെ തങ്ങാൻ വല്ല റൂമും കാര്യങ്ങളും കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ പെരുമാറ്റം ഈ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര പരുക്കമായിട്ടാണ്. അപ്പൊ അയാൾ ചോദിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഈ സമയത്ത് നമ്മുടെ പോള് പറയണ ചെറിയൊരു വെക്കേഷൻ ട്രിപ്പിനായിട്ട്. ആ സമയത്ത് ആ ആള് പറയാണ്, ഒരിക്കലും ഫാമിലിയുമായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരാറില്ലല്ലോ. നിങ്ങൾ ശരിക്കും ആ ഒരു ഓയിൽ കമ്പനിയുടെ ആളാണോ? അതെ, ഞാനൊരു ഇൻസ്പെക്ഷന് വന്നേന്ന് പറയാണ്. ഇതുകൂടെ കേട്ടപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ പെരുമാറ്റം കുറച്ചുകൂടെ ഒരുമാതിരി ആവുകയാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഐറിൻ വേഗം അങ്ങോട്ടേക്ക് വരികയാണ്. അവൾക്ക് സ്പാനിഷ് ഭാഷ നന്നായിട്ട് അറിയാട്ടോ. അവള് വേഗം വന്ന് ഇയാളോട് സംസാരിച്ച്, പ്ലീസ് ഫാമിലി ആയിട്ട് വന്നതല്ലേ, ഒന്ന് സഹായിക്കണം എന്ന് പറയാണ്. അത്യാവശ്യം കാശും തരാന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കുറച്ച് കാശ് എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നാ വാന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയയിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോവാണ്. ചെറിയൊരു റെസ്റ്റോറന്റ് പോലെയുള്ള ഒരു സെറ്റപ്പ്. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് വീണ്ടും അവിടെയുള്ള ആൾക്കാർ ഇവർ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ മുഖത്തും ഒരു വല്ലാത്തൊരു ഭയം. നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റും ഒരു ദാരിദ്ര്യം. അങ്ങനെ ഇവരിപ്പോ ആ ഒരു റെസ്റ്റോറന്റിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതേ നേരം തന്നെ ഒരു വ്യത്യസ്ത രൂപമുള്ള ഈ ദൈവശില്പങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്തോ ഒന്ന്. അത് കണ്ടപാട് തന്നെ നമ്മുടെ ആൻഡ്രി പറയാണ്, ഇതൊരു പഴയ ദൈവമാണ്, ടാലോക്ക്. അതൊരു ആസ്ഡെക് ഗോഡാണ്. അപ്പൊ പോള് ചോദിക്കാണ്, ആസ്ഡെക് ഗോഡോ? അതിനെന്തിനാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? എന്തായാലും ഇപ്പൊ വന്ന ആളുണ്ടല്ലോ, അയാൾക്ക് കിട്ടിയ ആ കാശ് മുഴുവനും ആ ദൈവത്തിന്റെ മുന്നിൽ കാണിക്കായി വെക്കുകയാണ്. എന്നിട്ട് ഇവരെ അവിടുത്തെ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ പൗളിനോട് ആ വന്ന ആള് പറയാണ്, ശരിക്കും ആ ദൈവത്തിനെ ഞങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ പോള് ചോദിക്കാണ്, എന്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ? ആ നേരത്ത് വല്ലാത്തൊരു ഭയത്തോട് കൂടിയിട്ട് ഇയാൾ പറയാണ്, എൽ ഡിമോണിയോ. എന്നാൽ അത് കേട്ട് എന്താണെന്ന് പോലും നമ്മുടെ പോളിന് മനസ്സിലാവുന്നില്ല. പിന്നീട് ആ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് ഇവരെല്ലാവരും പോവാണ്. അത്ര നല്ല സെറ്റപ്പ് ഒന്നും അല്ല, ഒരു പക്കാ ലോക്കൽ സെറ്റപ്പ്. ആ നേരത്ത് പോളിന് ഒരു കോള് വരുന്നുണ്ട്. കമ്പനിയിൽ നിന്നാണ് വിളിച്ചത്. അതായത് എത്രയും പെട്ടെന്ന് ആ ഓയിൽ റിഗിലേക്ക് പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് വരണം എന്നാണ് പറയുന്നത്. എന്നാൽ ഫാമിലിയെ മുഴുവനായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഐറിനോട് പറയാണ്, നീ പിള്ളേരെയും കൂട്ടി കുറച്ചു നേരം ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വേഗം ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് ഒന്ന് വരാമെന്ന് പറയാണ്. എന്നാൽ ആ ഒരു ചുറ്റുഭാഗം നോക്കിയപ്പോൾ ഐറിന് എന്തോ ഒരു
പേടി തോന്നുകയാണ്. പ്രായമായ ഒരു പെൺകുട്ടിയുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഒരു ആൺകുട്ടിയാണ് കൂടെയുള്ളത്. അതുകൊണ്ട് പോളിനോട് പറയണം നീ പോയാൽ തന്നെ വേഗം വരണം കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ വേഗം വരാന്ന് പറഞ്ഞിട്ട് പോൾ അവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. പോകുന്നതിന് മുന്നേ ആയിട്ട് ആ ഹോട്ടലിന്റെ ഉടമയ്ക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് പറയണം ഞാൻ വരുന്നത് വരെ എന്റെ ഫാമിലി ഒന്ന് നോക്കിക്കോണേ. അതിനുശേഷം പോൾ നേരെ ബീച്ച് സൈഡിലേക്കാണ് പോകുന്നത്. എന്നാൽ ഒരു തീരപ്രദേശമാകുമ്പോൾ ആക്റ്റീവായ ഒരുപാട് ബോട്ടുകൾ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി ഇവരൊക്കെ കാണണമല്ലോ. അങ്ങനെയൊന്നും പോൾ കാണുന്നില്ല. ഒരു 4-5 ബോട്ട് അവിടെ ഇവിടെയും കാണുന്നുണ്ട്. എന്നാൽ ആകെ കൂടി ഒരാൾ മാത്രമേ അവിടെയുള്ളൂ. ഇപ്പൊ അയാളുടെ അടുത്തേക്ക് പോൾ ചെന്നിട്ട് പറയാണ് എനിക്ക് ആ ഒരു ഓയിൽ റിഗിലേക്ക് പോകണം, അതുപോലെ തന്നെ സൂര്യാസ്തമയം അതാകുമ്പോഴേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാശ് കൊടുക്കണം. അയാൾ പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങോട്ടേക്ക് ആക്കി തരാം. അങ്ങനെ ഇപ്പോൾ അയാളുടെ ബോട്ടിൽ കയറിയിട്ട് പോൾ അങ്ങനെ പോവാണ്. അപ്പൊ പോള് ആ ആളോട് ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ ഇവിടെ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളതുപോലെ. അപ്പൊ ആള് ചോദിക്കുകയാണ് എന്ത് പ്രശ്നം? അല്ല ഞാൻ വന്നപ്പോൾ മുതൽ നോക്കുകയാണ് എല്ലാവരുടെ മുഖത്തും ഒരു ഭയം, അതുപോലെ തന്നെ ഒരു പരുക്കൻ സ്വഭാവം. പിന്നെ ഇതൊരു തീരപ്രദേശമല്ലേ, മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് വേണ്ടേ, അങ്ങനെ ആരും ഇവിടെ കാണാനില്ലല്ലോ. ഈ സമയത്ത് ആ ആള് പറയാണ് സാറേ ഇതൊക്കെ ഒരു ഭയം കൊണ്ടാണ് സാറേ. എന്തിനാ നിങ്ങളൊക്കെ പേടിക്കുന്നതെന്ന് പോള് ചോദിച്ചപ്പോ ആ ആള് പറയാണ് എൽ ഡെമോണിയോ. എന്താണ് ഈ എൽ ഡെമോണിയോ? ഇത് കേൾക്കുന്ന നമ്മുടെ പോളിനൊന്നും മനസ്സിലാവുന്നില്ല. പിന്നീട് കടലിന്റെ ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ചെറിയൊരു പാലം അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ബോട്ടും അവിടെ ഉണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് ആ ബോട്ടിലേക്ക് നമ്മുടെ പോളിനോട് ഇയാൾ കയറാൻ പറയാണ് ഇനി അങ്ങോട്ടേക്ക് സാറ് തന്നെ ഒറ്റയ്ക്ക് പോയാൽ മതി എന്ന് പറയണം. അപ്പൊ പോള് പറയുന്നത് നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോവാ, നിങ്ങൾ എന്നെ അങ്ങോട്ടേക്ക് ആക്കിത്താ. അപ്പൊ ഈ മനുഷ്യൻ പറയുന്നത് ഇല്ല സാറേ എനിക്ക് പറ്റില്ല, എടോ കാശ് കൂടുതൽ തരാന്ന് പറയണം. അപ്പൊ ആള് പറയുന്നത് സാറേ എനിക്ക് കാശ് വേണ്ട, പ്ലീസ് ദയവ് ചെയ്ത് ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ മതി. എന്തായാലും അയാൾ വരില്ല എന്നിപ്പോ നമ്മുടെ പോളിന് ഉറപ്പായി കേട്ടോ. ഇതിനുശേഷം പോള് തന്നെ ആ ഒരു ബോട്ട് എടുത്ത് ഓയിൽ റിഗിലേക്ക് പോവാണ്. ആ നേരത്ത് ഇയാൾ പാവം നമ്മുടെ പോളിനെ നോക്കിയിട്ട് ദയനീയമായിട്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അയാളെ കാത്തോണേ ദൈവമേന്ന്. അതായത് പോള് പോകുന്നത് മരണത്തിലേക്കാന്ന് ഈ മനുഷ്യന് നന്നായിട്ട് അറിയാം. എന്ന് ഈ പൊട്ടനെ അതൊന്ന് പറഞ്ഞു കൊടുത്തൂടെ. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു റെസ്റ്റോറന്റിലാണ്. അവിടെയാണല്ലോ ഐറിനും ആൻഡ്രിയും അതുപോലെ തന്നെ ടോമി ഉള്ളത്. എന്തോ ഐറിനും അതുപോലെ തന്നെ ആൻഡ്രിയക്കും ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അച്ഛൻ വന്ന പാടിന് തിരിച്ചു പോകണമെന്ന് ആൻഡ്രി പറയുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന 2-3 അലമ്പ് പയ്യന്മാര് ആ കൂട്ടത്തിൽ ഒരുത്തൻ പതിയെ വന്നിട്ട് ഐറിനോട് കുറച്ച് മോശമായിട്ട് സംസാരിക്കുകയാണ്. മാത്രമല്ല അവരവിടെ കുടിക്കാൻ വെച്ച ആ ഒരു ബോട്ടിലെടുത്ത് പെർമിഷൻ ഇല്ലാതെ ഇവൻ കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാവം നമ്മുടെ ആൻഡ്രിയുടെ കയ്യിൽ തടവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ഐറിൻ പറയുന്നുണ്ട് മര്യാദക്ക് എന്റെ മോടെ ദേഹത്തുനിന്ന് കൈയെടുത്തോന്ന്. എന്നാൽ അത് കേട്ടപ്പോൾ അവൻ ഒന്നുകൂടെ ചെയ്യാണ് കേട്ടോ. ഐറിൻ ഒന്നും നോക്കിയില്ല, ബോട്ടിലെടുത്ത് അവന്റെ താലക്ക് നോക്കിയോ ഒരൊറ്റ അടി അടിയാണ്. ഇതാണ് പെണ്ണ്. അടി കൊണ്ട് അവൻ നിലത്ത് വീഴുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ആൻഡ്രിയും ടോമിയും വിളിച്ചിട്ട് ഐറിൻ ആ ഒരു ബോട്ടിലും പിടിച്ചിട്ട് അടുത്തേക്ക് ആരെങ്കിലും വന്ന് ഞാൻ കുത്തുന്നു പറയാണ്. ആ പയ്യന്മാർ ആരും അപ്പൊ അടുത്തേക്ക് വരുന്നില്ല. പിന്നീട് അവിടുന്ന് പുറത്തേക്ക് നമ്മുടെ ഈ ഒരു ഐറിൻ പോവാൻ നിൽക്കുമ്പോൾ അവിടുത്തെ റെസ്റ്റോറന്റ് ഓണർ ഉണ്ടല്ലോ അയാളെ നോക്കിയിട്ട് പറയാണ് നിങ്ങൾക്ക് എന്തിനാ എന്റെ ഹസ്ബൻഡ് കാശ് തന്നത്, ഞങ്ങളെ നോക്കാനല്ലേ, എന്നിട്ട് മരം വിഴിഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുകയാണോ. ഇതും പറഞ്ഞ് മക്കളെയും കൂട്ടി വേഗം തന്നെ ഐറിൻ പുറത്തേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് കാറിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാറിന്റെ ടയറൊക്കെ കുത്തി പഞ്ചറാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. വേഗം തന്നെ ഇവർ ബീച്ച് സൈഡിലേക്ക് പോവാണ്, അതായത് പോളിന്റെ അടുത്തേക്ക് പോവാണ്. അവരുടെ പിന്നാലെ തന്നെ ആ പയ്യന്മാരും ഉണ്ട്. തലക്കടി കിട്ടിയ പയ്യനാണെങ്കിൽ ചോര ഒലിപ്പിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും വേഗം തീരത്തേക്ക് എത്തിയ ഐറിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു മത്സ്യത്തൊഴിലാളിയോട് പറയണം ഞാൻ എത്ര കാശ് വേണമെങ്കിൽ തരാം, എന്നെ ഒന്ന് ആ ഒരു ഓയിൽ റിഗിലേക്ക് എത്തിക്കാൻ പറ്റുമോ. ആദ്യമൊന്നും അയാൾ സമ്മതിച്ചില്ല, പിന്നെ കാശും കൊടുത്തു. അതിന്റെ കൂടെ തന്നെ ഈ വരുന്ന പയ്യന്മാര് കുറച്ച് ഡേഞ്ചർ ആണെന്ന് ആ പാവത്തിന് തോന്നി. അതുകൊണ്ട് തന്നെ അയാൾ സമ്മതിക്കുകയാണ് ഞാൻ അങ്ങോട്ടേക്ക് ആക്കി തരാന്ന് പറയാം. ഇവിടെ സീൻ കട്ട അടുത്ത സീനിൽ നമ്മുടെ പോളിയാണ് കാണിക്കുന്നത്. അവൻ ഒറ്റയ്ക്ക് ആ ഒരു ബോട്ട് കൊണ്ട് ഓയിൽ റിഗിന് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ എത്തിയ പാട് തന്നെ പോളിനൊരു കാര്യം മനസ്സിലായി, ഈ ഏരിയ മുഴുവനായിട്ടും ഓയിൽ വല്ലാണ്ട് ലീക്കായിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് ഡാമേജ് ആയ ഒരു ഹെൽമെറ്റും ആ ഒരു വെള്ളത്തിൽ നിന്ന് പോളിന് കിട്ടുന്നുണ്ട്. അതിൽ അല്പൊക്കെ രക്തം ഉണ്ടായിരുന്നു. എന്തായാലും പോൾ ആ ഒരു ഓയിൽ റിഗിലേക്ക് നോക്കുന്ന സമയത്ത് എന്തോ സംതിങ് പ്രശ്നമുള്ളതായിട്ട് അവന് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ബോട്ടൊന്ന് ഒതുക്കിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഓൾറെഡി ഇവിടെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ പേര് പെപ്പെ അതുപോലെ തന്നെ ഹോല എന്നാണ്. അതായത് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ 2 ആൾക്കാരും തന്നെ. അപ്പൊ അവർ രണ്ടുപേരെയും വിളിച്ച് അതിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിലും ആരും ഒന്നും റെസ്പോൺസ് ചെയ്യുന്നില്ല. അവിടെ മുഴുവനായിട്ട് പോൾ അരിച്ചു പെറുകയാണ്. എന്നാൽ പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് 2 ആൾക്കാർ ചാടി വീഴാണ്. അവരുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. നീ ആരാടാ, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പോൾ പറയണ ഞാൻ ഈ കമ്പനിയുടെ ആളാണ്, ജസ്റ്റ് ഒരു ഇൻസ്പെക്ഷന് വന്നതേ ഉള്ളൂ, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അവർ ആ ഒരു ആയുധം താഴ്ത്തുകയാണ് കേട്ടോ. ഇവർ ഈ ഒരു ഏരിയയിൽ തന്നെയുള്ള ലോക്കൽസ് ആണ്. പേര് ചാറ്റോ, അതുപോലെ തന്നെ ആ ഒരു പയ്യന്റെ പേര് ജോണി. പെട്ടെന്ന് ഇവർ രണ്ടുപേരും എന്തോ ഒരു ശബ്ദം കേട്ട് വേഗം പുറത്തേക്ക് പോകണം. അപ്പൊക്കെ പോളി ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത്. എന്തായാലും പുറംഭാഗത്തേക്ക് വന്ന ഇവർ രണ്ടുപേരും ഒരു ബൈനോക്കുലർ ഉപയോഗിച്ച് ദൂരത്തേക്ക് നോക്കുമ്പോൾ ഒരു ബോട്ട് ഇവരുടെ ഒരു ഓയിൽ റിഗിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം പോളിനോട് പറഞ്ഞപ്പോൾ പോള് വേഗം നോക്കുമ്പോൾ അത് അവന്റെ ഫാമിലിയാണ്. പോൾ ആകെ ഞെട്ടിപ്പോയി, ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ. പക്ഷെ ഇവിടുത്തെ അപകടം എന്താണെന്ന് ഇപ്പോഴും പോളിന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. എന്നാൽ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ ഷാറ്റോ അതുപോലെ തന്നെ ജോണി ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇവർ രണ്ടുപേരും ആകെ വെപ്രാളപ്പെട്ട് കയ്യിലുണ്ടായിരുന്ന ഫ്ലെയർ ഗണ്ണൊക്കെ ആ വരുന്ന ബോട്ടിന് നേരെ ഷൂട്ട് ചെയ്യാണ്. മാത്രമല്ല വലിയ ഈ കോടാലിയെല്ലാം എടുത്ത് ഈ ഇരുമ്പിലടിച്ച് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്ത് ഇവിടെ സംഭവിക്കുന്നതെന്ന് പോളിന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം അവരുടെ വെപ്രാളം കണ്ട് പോളിന് തന്നെ പേടിയാവുകയാണ്. ഇതേ സമയത്ത് തന്നെ ബോട്ടിൽ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഐറിനും മക്കളും അവർക്കും എന്തൊക്കെയോ ഒരു പ്രശ്നം ഉള്ളതുപോലെ ഫീൽ ആവുന്നുണ്ട്. ഏകദേശം ആ ഒരു റിഗിന്റെ അടുത്തേക്ക് എത്താനായ സമയത്ത് ഷാറ്റ് ഉറക്കനെ പറയുന്നുണ്ട് വേഗം 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 ഇങ്ങോട്ടേക്ക് ബോട്ട് അടുപ്പിക്കേ. അയാളുടെ വെപ്രാളം കണ്ട് ഈ പൈറിനും പിള്ളേർക്കൊക്കെ പേടിയാവുന്നുണ്ട് കേട്ടോ. സോ അവര് വേഗം തന്നെ കയറുന്ന സമയത്ത് പാവം നമ്മുടെ ആൻഡ്രി ആ വെള്ളത്തിലേക്ക് വീഴുകയാണ്.
വരികയാണ്. ഫുൾ ഓയിലായിരുന്നു. അതുപോലെ തന്നെ അതിഭീകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോവാണ്. അതായത് ഒരുപാട് മനുഷ്യരുടെ അറ്റുപോയ കൈയും കാലും തലയും ശരീരത്തിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളും അവളാകെ പേടിച്ച് വിറച്ചു. അപ്പോഴേക്കും അവളുടെ നേരെ എന്തോ ഒന്നിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ ഷാറ്റോ അവളെ പിടിച്ച് വെള്ളത്തിന്റെ മുകളിലേക്ക് കയറ്റുകയാണ്. കറക്റ്റ് സമയത്ത് അത് ചെയ്തതുകൊണ്ട് നമ്മുടെ ആൻഡ്രു രക്ഷപ്പെട്ടു. എന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ പോളും ഐറിനും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്, എന്താ ഇവിടുത്തെ പ്രശ്നം, പറ എന്ന്. അയാൾ പറഞ്ഞു, ഞാനത് പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോന്ന് പറയാണ്. അതായത് ഇവരെ ഇങ്ങോട്ടേക്ക് ഒരു ബോട്ടിൽ ആക്കി കൊടുത്തില്ലേ ഒരാള്, ആ ആളപ്പം തന്നെ തിരിച്ചു പോയിട്ടുണ്ട്, നിങ്ങൾ ആ ആളെ നോക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഐറിന്റെ കയ്യിൽ ഒരു ബൈനോക്കുലർ കൊടുക്കുകയാണ്. ഐറിൻ അതിലൂടെ നോക്കുന്ന സമയത്ത് ബോട്ട് അങ്ങനെ പോകുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കടലിൽ നിന്ന് വലിയൊരു വാൽ അങ്ങനെ പൊന്തി വരികയാണ്. അല്പനേരത്തിനുള്ളിൽ ആ ബോട്ടിന് അതിഭീമാകാരമായിട്ടുള്ള ഒരു സ്രാവ് വന്നിട്ട് ഒരേറ്റ വിഴുങ്ങലാണ് കേട്ടോ. ഇത് കണ്ട് രണ്ടുപേരും ഞെട്ടി തരിച്ചു നിന്നു. അതായത് ഈ നാട്ടുകാരെല്ലാവരും ഭയന്നിരുന്ന, എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ആ വലിയ ഭീകര സ്വത്വം ഇത് തന്നെയാണ്, എൽ ഡെമോണിയോ നെഗ്രോ, ഒരു കറുത്ത വലിയ സ്രാവ്. നാട്ടുകാരതിനെ മറ്റൊരു പേര് കൂടെ വിളിക്കാറുണ്ട്, കറുത്ത ഭൂതെന്ന്. എന്തായാലും അവരുടെ കൺമുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി വലിയൊരു അപകടത്തിലാണ് ഇവർ വന്ന് പെട്ടിരിക്കുന്നതെന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇവിടുന്ന് പോകാനായിട്ട് ഒരു ബോട്ടില്ല. ഇപ്പൊ ഐറിൻ പിള്ളേരെയും കൂട്ടിയിട്ട് ഒരു ഭാഗത്ത് പോയിരിക്കുകയാണ്. അവർക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു അല്പം ചായയോ അങ്ങനെ എന്തോ ഒന്നിപ്പോ ജോണി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ പോള് ഷാറ്റോട് ചോദിക്കുകയാണ്, ഇതെന്താണ് സാധനം ഇത്? ആ സമയത്താണ് ഷാറ്റോ പറയുന്നത്, ഇതിന്റെ പേരാണ് ബ്ലാക്ക് ഡീമൻ, കറുത്ത ചെകുത്താൻ. ഈ നാട്ടിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് പേടിയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഐറിനി വരികയാണ്. അവള് ചോദിക്കുകയാണ്, ഇതൊരു ഷാർക്കാണോ? എന്നാൽ ഷാറ്റോ പറയുന്നത് ഇതൊരു ഷാർക്കല്ല, ഒരു മെഗാലെഡോൺ ആണ്. അതായത് ഡൈനോസേഴ്സ് അവറ്റകൾ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു തരം ഷാർക്കാണ് ഇത്, മെഗാലെഡോൺ. ഇത് കേട്ടോണ്ട് പിള്ളേര് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവര് ചോദിക്കുകയാണ്, മെഗാലെഡോൺ ഒക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടോ? അത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നശിച്ചു പോയതല്ലേ? എന്നാൽ ഇതിനൊരു ഉത്തരം കൊടുക്കാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവർ നിൽക്കുന്ന ആ ഒരു ഓയിൽ റിഗ് ഇതിന്റെ അടിഭാഗത്ത് വന്ന് ഈ ഷാർക്ക് കിടന്ന് തട്ടാൻ തുടങ്ങുകയാണ്. ഷാർക്കിനൊന്നും അതിനെ വിളിക്കാൻ കഴിയില്ല, കാരണം അതൊരു ഷാർക്ക് അല്ലല്ലോ, മറ്റെന്തോ ഒരു ജീവിയാണ്. ഭയങ്കര വലുപ്പം, ഷാർക്കിന്റെ ഒരു രൂപസാദൃശ്യം മാത്രമേ ഇതിനുള്ളൂ. എന്തായാലും നമ്മുടെ പോളിപ്പോ ഷാറ്റോ അതുപോലെ തന്നെ ജോണി വിളിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. അതായത് എനിക്ക് ഇവിടുത്തെ എഞ്ചിൻ റൂം, ഇലക്ട്രിക്കൽ റൂം, അങ്ങനെയുള്ള എല്ലാ കൺട്രോളും ചെയ്യുന്ന കാര്യങ്ങളുടെ ആ റൂമുകളൊക്കെ എനിക്ക് കാണുന്നു പറയാണ്. എന്നാൽ ഷാറ്റോ പറയുന്നത്, നിങ്ങൾ ഇനി എവിടൊക്കെ പോയിട്ടും യാതൊരു കാര്യമില്ല, നിലവിൽ ഇപ്പോൾ ഇവിടെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതായത് റേഡിയോ അടക്കം ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് റേഡിയോ എങ്കിലും വർക്ക് ചെയ്താലേ ഇവർക്ക് പുറത്തുള്ളവരോട് വിളിച്ചു പറയാം, സഹായം ചോദിക്കാം. എന്നാൽ നമ്മുടെ പോളൊരു എഞ്ചിനീയർ ആണല്ലോ. എന്തായാലും അവന്റെ കയ്യിൽ ഇതിന്റെ ആ ഒരു ഫുൾ ആയിട്ടുള്ള മാപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നോക്കിയിട്ട് പോള് പറയാണ്, നമുക്ക് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ റേഡിയോ ഒന്ന് നന്നാക്കാൻ കഴിഞ്ഞേക്കും കുറച്ചധികം. അതായത് ഒരു 100 അടി താഴ്ചയിലേക്കെങ്കിലും പോകണം. പക്ഷെ അതത്ര സേഫ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ആ നേരത്തെങ്ങാനും ആ ഒരു ബ്ലാക്ക് ഡീമൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യുക? സോ താഴേക്ക് പോകാനായിട്ട് ഒരു പ്രത്യേകതരം ചേംബർ തന്നെയുണ്ട്. അത് നല്ല ബലമുള്ളതാണ്. ആ ഒരു ഷാർക്കിനെ കൊണ്ട് ഇത് കടിച്ചു പൊട്ടിക്കാനൊന്നും കഴിയില്ല. അപ്പൊ ഇവർ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഐറിൻ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ, ഇവിടുന്ന് പോകണ്ടേ? ഈ സമയത്ത് പോള് പറയാണ്, അതായത് നമുക്ക് റേഡിയോ ഉണ്ടെങ്കിലേ പുറത്ത് സഹായം ചോദിക്കാൻ കഴിയുള്ളൂ, അത് നന്നാക്കാനായിട്ട് താഴേക്ക് പോകണം. എന്നാൽ ഐറിൻ പറയാണ്, അത് നടക്കില്ല. കാരണം ഇത്രയും വലിയ ആ ഒരു ജീവിയോട് ഏറ്റുമുട്ടിക്കൊണ്ട് നമ്മളെങ്ങനെ താഴേക്ക് പോവുക? അത് നന്നാക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഇതില്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല. ഈ സമയത്ത് ഐറിൻ ചോദിക്കുകയാണ്, ഷാറ്റോ നിങ്ങൾ ഈ നാട്ടുകാരല്ലേ, ഇതെന്താണ് ഈ ഒരു ഓയിൽ റിഗിനെ ചുറ്റിപ്പറ്റി മാത്രമായിട്ട് ഈ ഒരു ബ്ലാക്ക് ഡീമൻ ഇങ്ങനെ നിൽക്കുന്നത്? കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നതിന് ശേഷം ഷാറ്റോ പറയാണ്, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് വിശ്വാസം ആകോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. അതായത് ഈ നാട്ടിൽ ഒരു പഴയ ദൈവം ഉണ്ടായിരുന്നു, താലോക്ക്. താലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവന്റെ ദൈവമാണ്. ഈ കടലിലെ മത്സ്യസമ്പത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, വനങ്ങള്, നദികള്, ഇതിനെല്ലാം നോക്കിയിരുന്നത് തലൗക്കാണ്. എന്നാൽ അന്നത്തെ കാലത്ത് മനുഷ്യരുണ്ടല്ലോ, ഈ പ്രകൃതിക്കൊന്നും യാതൊരു വിലയും കൊടുക്കാതെ വല്ലാതെ പ്രകൃതിയെ ചൂഷണം ചെയ്യാനും നശിപ്പിക്കാനും തുടങ്ങി. ആ നേരത്ത് ഭൂമിയിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി, ഒരുപാട് ആളുകൾ ഇല്ലാതെയായി. എന്നാൽ ഇതൊരു പ്രകൃതി ദുരന്തമായിരുന്നില്ല, അതൊരു കോപത്തിന്റെ ഭാഗമായിരുന്നു. ആരുടെ കോപാന്നറിയോ? തലോക്ക് എന്ന ആ ഒരു ദൈവത്തിന്റെ കോപം. പ്രകൃതിയെ നശിപ്പിച്ച മനുഷ്യരെ ഇല്ലാതാക്കാനായിട്ടായിരുന്നു അന്ന് അങ്ങനെയൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത്. പിന്നീട് ഈ പ്രകൃതിയെ നശിപ്പിക്കാനായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ തടുക്കാനായിട്ട് ആ ദൈവം ഉണ്ടാക്കി വിട്ട ഒരു ഭീകര സ്വത്വമാണ് എൽ ഡിമോണോ. അതായത് സ്രാവിനെ പോലെ തോന്നിക്കുന്ന ഈ ഒരു ഭീകര ജീവി. ഇതൊരു സ്രാവും അല്ല, മെഗാലെഡോണും അല്ല, അതിനേക്കാളൊക്കെ മറ്റെന്തോ, അതിനപ്പുറത്ത് എന്തോ ആണ്. ഓയിൽ ഖനനം ചെയ്യാനെന്ന് പറഞ്ഞിട്ട് നിക്സോൺ കമ്പനി ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിരുന്നില്ല. ഓയിൽ എടുത്തു, പക്ഷെ അതിൽ ലീക്ക് വന്നു. ഒരുപാട് സ്ഥലത്തേക്ക് ഇത് വ്യാപിച്ചു. ഒരുപാട് കടൽ സമ്പത്ത്, മത്സ്യജീവനുകൾ അതുകൊണ്ട് ഇല്ലാതായി. അപ്പോ ഈ കടലിനെ നശിപ്പിക്കാൻ വരുന്ന മനുഷ്യരെ ഇല്ലാതാക്കാനായിട്ട് ആ ദൈവം പറഞ്ഞു വിട്ടതാണ്, അല്ലെങ്കിൽ അയച്ചതാണ് ഈ ഒരു ജീവിയെ, എൽ ഡിമോണിയെ. അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ടോണിക്ക് ഇത് കേട്ടപ്പോൾ ഒരുപാട് സംശയങ്ങൾ തോന്നുകയാണ്. അവനിങ്ങനെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ പോളിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഒന്ന് നിർത്തുക എല്ലാവരും, നിന്റെ ഈ പൊട്ട കഥകൾ കേട്ടിട്ട് എന്റെ മോൻ വരെ അതിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അവന്റെ ഇൻട്രസ്റ്റ് കണ്ടോ? കടലിനടിത്തട്ടിലുള്ള ഏതോ ഒരു ജീവി വന്നിട്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതിൽ, അതിൽ പുരാണവുമായി ബന്ധപ്പെടുത്തി പറയുന്നതിൽ എന്ത് ലോജിക്കാ ഉള്ളത്? പോളിന് വല്ലാതെ ദേഷ്യം വന്ന സമയത്തോ ഷാറ്റോ അവിടെ നിന്ന് പോവാണ്. ഇതേ നേരത്തിന് പോളിനോട് ഐറിൻ പറയാണ്, നിങ്ങൾ എന്തിനീ ഒരു അവസ്ഥയിൽ വെറുതെ ദേഷ്യപ്പെടാൻ
നിൽക്കുന്നത്. സിറ്റുവേഷൻ അങ്ങനെയല്ലേ, നിങ്ങൾ എന്തായാലും അവരുടെ കൂടെ പോ, അവര് വെള്ളത്തിനടിയിലേക്ക് പോകില്ല, അവരെ സപ്പോർട്ട് ചെയ്പോട്ട്. എന്തായാലും നമ്മുടെ പോള് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതുപോലെ തന്നെ വെള്ളത്തിനടിയിലേക്ക് പോകാനുള്ള സ്വിമ്മിംഗ് സൂട്ടും കാര്യങ്ങളൊക്കെ ഷാറ്റോയും ജോണി ഇട്ടുകൊണ്ട് അവർ ആ ഒരു പ്രത്യേകതരം ഒരു ചേംബർ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് കടലിന്റെ അടിയിലേക്ക് പോകുന്നത്. സോ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെറിയൊരു ഡിസ്പ്ലേ വഴി നമ്മുടെ പോളിന് കാണാൻ കഴിയും. അങ്ങനെ ഇവർ നേരെ കടലിനടിയിലേക്ക് പതിയെ 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 പോവുകയാണ്. ഒരു നിശ്ചിത ആഴം, അതായത് ഒരു 100 അടി താഴേക്ക് എത്തിയപ്പോൾ ആ ചേംബറിന്റെ ഉള്ളിൽ നിന്നും ഇനി ഇവർ പുറത്തേക്ക് വരണം, എന്നാലേ ആ സാധനങ്ങളൊക്കെ നന്നാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിനായിട്ട് ഈ രണ്ടുപേരും ജോണിയും ഷാറ്റയും കൂടെ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഷാറ്റോ അത്യാവശ്യം ധൈര്യമുള്ള ആളാണ്, എന്നാൽ ജോണി അത്രക്ക് ധൈര്യമുള്ള ആളൊന്നുമല്ല. രണ്ടുപേരും എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ഈ ഓയിൽ റിഗുകൾ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു തുണിൽ എന്തൊക്കെയോ ചെയ്യാണ്. അതായത് ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ റേഡിയോ നന്നാക്കണമല്ലോ. അപ്പൊ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ജോണിക്ക് അല്പം ഭയമുള്ള ആളാണ്. എന്തായാലും അവന്റെ ആ ഒരു ഭയം കാരണം തോന്നുന്നു ചില ഹാലൂസിനേഷൻ അവൻ ഉണ്ടാകുകയാണ്. അവനിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യരുടെ കൈയും കാലും അതുപോലെ തന്നെ കണ്ണും ഇതെല്ലാം ഇങ്ങനെ വെള്ളത്തിലേക്ക് താന്നു വരുന്നു. ഇത് കണ്ട് അവനാകെ വിറച്ചു പോവാണ് കേട്ടോ. അതായത് അവനവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അവൻ വേഗം തിരിച്ചു പോയിട്ട് ആ ഒരു ചേംബറിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. എന്നാൽ ഈ ചേംബറിന് ഒരു പ്രശ്നമുണ്ട്. താഴേക്ക് വരുന്ന സമയത്ത് അടിയിലെ കാര്യങ്ങൾ കാണാനായിട്ട് ഇതിൽ നല്ല വെളിച്ചം ഉണ്ടാവും. സോ ഈ വെളിച്ചം കണ്ട് ഈ ഒരു ഷാർക്ക് അട്രാക്ട് ആവുകയാണ്. അതായത് ആ ഒരു ബ്ലാക്ക് ഡീമൺ നേരെ ഇപ്പൊ അങ്ങോട്ടേക്ക് വരികയാണ്. ഇതേ നേരം തന്നെ പുറത്ത് നിന്നുകൊണ്ട് ആ ഒരു റേഡിയോയുടെ കാര്യങ്ങൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാറ്റോയുടെ അരികിൽ കൂടിയാണ് ഈ വലിയ ഭീകരം പോയിരിക്കുന്നത്. നേരെ പോയിട്ട് ഈ ടോമി കയറിയിരിക്കുന്ന ആ ഒരു ചേംബർ ഉണ്ടല്ലോ അതൊരേറ്റ കടിയാണ്. കടിക്കുക മാത്രമല്ല വലിച്ചുകൊണ്ട് പോവാണ്. ഇപ്പൊ മുകളിലുണ്ടായിരുന്ന പോള് നോക്കുന്ന സമയത്ത് ഇത് മുകളിലെ ഒരു സ്ഥലത്തേക്ക് ഒരു കയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് താഴേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് പിന്നീട് പൊന്തിച്ചെടുക്കാൻ വേണ്ടി ഈ കയർ ഇങ്ങനെ താഴേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോള് നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്നില്ല. അതേ നേരം തന്നെ പെട്ടെന്ന് നമ്മുടെ ഷാറ്റോ മുകളിലേക്ക് കയറി വരികയാണ്. അതായത് ഈ സാധനം വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിൽക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ കയറി ഒളിക്കാനാണെങ്കിൽ ആ ഒരു ചേംബറും ഇല്ല. അതിന്റെ ഉള്ളിലാണെങ്കിൽ ജോണി ഉണ്ട്. എന്തായാലും ഈ ഒരു ഷാർക്ക് അത് കടിച്ച് വലിച്ച് കൊണ്ടുപോയി അതങ്ങോട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും ജോണി അവനിപ്പോ വരും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോണി പൊന്തി വരികയാണ്. എങ്ങനെയൊക്കെയോ നമ്മുടെ പോള് കഷ്ടപ്പെട്ട് അവന് പിടിച്ച് ഇങ്ങനെ ഈ ഓയിൽ റിഗിലേക്ക് കയറ്റാൻ നിൽക്കുമ്പോൾ അവന്റെ അരയുടെ ഭാഗത്ത് ഒന്നുമില്ല. അതായത് അവന്റെ കാല് രണ്ട് കടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. മരിച്ചുപോയ ജോണിയുടെ ബോഡിയാണ് മുകളിലേക്ക് പൊന്തി വന്നത്. ഇത് കണ്ട സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയി ഐറിൻ. അവളാകെ ഞെട്ടിയിരുന്നു പോവാണ്. പാവൻ ഷാറ്റോ അയാളുടെ കൂട്ടുകാരനാണ് ഈ ജോണി. അവൻ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഈ ഒരു കാര്യം ജനലിലൂടെ നമ്മുടെ ഈ ഒരു ആൻഡ്രിയും കാണുന്നുണ്ട്. അവളും ആകെ ഞെട്ടിപ്പോയി. ഇപ്പൊ ടോമി ചോദിക്കാണ് എന്താ ചേച്ചി പറ്റിയത്? ഒന്നുമില്ലടാ, അമ്മയും അച്ഛനും എന്താ വഴക്ക് കൂടുക അവിടെ. അതായത് ചെറിയ ചെറുക്കനോട് ഈ ഒരു കാര്യം പറഞ്ഞ് അവനെ പേടിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. എന്തായാലും ജോണിയുടെ പകുതി ശരീരം മാത്രം കണ്ട സമയത്ത് നമ്മുടെ പോളും അതുപോലെ തന്നെ ഐറിനും വല്ലാതെ ഷോക്കായി പോയിട്ടുണ്ട്. പോളിപ്പോ വാഷ് ബേസിൽ പോയിട്ട് അവന്റെ കൈയൊക്കെ കഴുകുകയാണ്. കാരണം അവനെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് കൈയിട്ടല്ലോ. അപ്പോൾ ഓയിലൊക്കെ കയ്യിലായിട്ടുണ്ട്. ഈ നേരത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ഐറിൻ പറയാണ് ഇതെന്താ ഇവിടെ നടക്കുന്നത്, ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ? അങ്ങനെ അവള് കുറച്ച് റൈസ് ആവുന്നുണ്ട്. അവള് ചൂടായ സമയത്ത് നമ്മുടെ പോളിന് അവന്റെ ദേഷ്യവും സങ്കടവും കൂടെ ഒക്കെ ആയിട്ട് അത് എന്താ പറയാ ഒതുക്കാൻ പറ്റിയില്ല. അവന് ഒരൊറ്റ ഷൗട്ട് ചെയ്യലാണ്, നീ എന്ത് കാര്യത്തിനെ പിള്ളേരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്? അവിടെ തന്നെ നിന്നാ പോരായിരുന്നോ? അപ്പൊ ഐറിനും പറയാണ് അവിടെ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയോ? എനിക്ക് ഇങ്ങോട്ടേക്ക് വരികയല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ പോള് കാര്യം മനസ്സിലായപ്പോൾ അവളോട് സോറി പറയാണ്. എന്നാൽ വിഷമം കാരണം നമ്മുടെ ഐറിനെ കരച്ചിൽ അടക്കാൻ കഴിയുന്നില്ല. അതായത് ഈ ചീത്ത പറഞ്ഞതൊന്നും അല്ല കേട്ടോ, മക്കളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണ്ടേ, ഇതിനൊരു വഴി ഇവരുടെ മുന്നിലില്ല. ഈ നേരത്ത് ഇവർക്ക് കുടിക്കാനായിട്ട് ചായയുമായിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ടോമി വരികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഐറിൻ അവളുടെ ആ ഒരു കരച്ചിൽ നിർത്തുകയാണ്. അച്ഛാമ്മ എന്താ പറ്റിയത്? തൽക്കാലം നിങ്ങൾ ഈ ഒരു ചായ കുടിക്കുന്നു പറഞ്ഞിട്ട് അവൻ അതും കൊടുത്ത് അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് നമ്മുടെ ടോമി ചോദിക്കുന്നുണ്ട്, അല്ല നമ്മുടെ അങ്കിൾ ഉണ്ടല്ലോ ജോണിനെ കാണാനില്ലല്ലോ. ആ അങ്കിളാണ് ശരിക്കും എന്നെ ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്, അങ്കിളിന് ഒരു ഗ്ലാസ് കൊടുക്കണമെന്നുണ്ട്. ഈ സമയത്ത് എന്താ പറയണ്ടേന്ന് പോളിനും ഐറിന് തിരിയുന്നില്ല. കാരണം പാവം ജോണി മരിച്ചുപോയല്ലോ. എന്നാൽ ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻഡ്രിയ ഹാൻഡിൽ ചെയ്യാണ്. അത് പിന്നെ ആ അങ്കിൾ ഇലക്ട്രിക്കൽ റൂമിലുണ്ട്, താഴെയാണ്, നീ തൽക്കാലം പോയിട്ട് കളിച്ചോ എന്ന് പറയണം. ആ സിറ്റുവേഷനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ആൻഡ്രിയ മാനേജ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ ഷാറ്റോയുടെ അടുത്തേക്ക് നമ്മുടെ പോള് പോവുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്താണല്ലോ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു വിഷമത്തിലാണ് ജോണി കൊടുത്ത ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് ഷാറ്റോ നിൽക്കുന്നത്. അത് പോളിനോട് പറയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് വർഷം മുന്നത്തെ ഒരു ബന്ധമാണ്, നല്ലൊരു സുഹൃത്തുക്കളായിരുന്നു. എന്തായാലും അവൻ പോയതിന്റെ ആ ഒരു വേദന ഉള്ളിൽ ഇല്ലാതിരിക്കില്ലല്ലോ. എന്തായാലും ഇവരിങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് അകലെയായിട്ട് ഒരു 3 വലിയ ബോട്ടല്ല കപ്പൽ തന്നെ പോള് കാണുകയാണ്. ഇപ്പൊ പോള് ഉറക്കനെ നിലവിളിക്കുന്നുണ്ട്. അതായത് രക്ഷപ്പെടുത്താൻ ഇങ്ങോട്ടേക്ക് വാ എന്ന രീതിയിൽ. എന്തായാലും അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസ് കാണാത്തതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഫ്ലെയർ ഗൺ എടുത്ത് പൊട്ടിക്കുകയാണ്. എന്നാൽ ആ നേരത്തെല്ലാം ഷാറ്റോ പറയുന്നുണ്ട്, പോളെ പ്രാന്ത് കാണിക്കല്ലേ, അവിടെ ഒന്നുമില്ല. എന്നാൽ ഇതൊന്നും കേൾക്കാതെ പോള് പിന്നെയും ഒച്ചയും വിളി ഉണ്ടാക്കുകയാണ്. എന്നാൽ പിടിച്ച് 2 കുലുക്ക് കൊടുക്കുകയാണ് ഇപ്പൊ ഷാറ്റോ. എന്നിട്ട് ഒന്നുകൂടെ അങ്ങോട്ടേക്ക് നോക്കാൻ പറയാണ്. പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒന്നുമില്ല. ഇപ്പൊ ഷാറ്റോ പോളിനോട് പറയാണ്, അതായത് നീ വിചാരിക്കുന്നത് പോലെ സാധാരണ ഇതൊരു അനിമൽ അറ്റാക്ക് ഒന്നും അല്ല. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ശാപത്തിന്റെ ഭാഗമാണ്. ആ ഒരു ദൈവം ഉണ്ടല്ലോ അത് പറഞ്ഞയച്ച ഒരു ഡീമൺ, ഒരു ചെകുത്താനാണ് ഈ ഒരു മൃഗം. ഒരു സാക്രിഫിക്കേഷൻ, ഒരു ത്യാഗമില്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ വെച്ച് തീരാൻ പോകുന്നില്ല. എന്നാൽ ദൈവികമായിട്ടുള്ള ഈ ഒരു കാര്യത്തിനൊക്കെ ഭയങ്കര പുച്ഛത്തോട് കൂടിയിട്ടാണ് നമ്മുടെ പോള് കാണുന്നത് കേട്ടോ. അതിനൊക്കെ ഭയങ്കര പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എന്നാൽ ഇതിൽ നല്ല വിശ്വാസമുള്ള ഷാറ്റോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. വന്നിട്ട് പോളിനിട്ട് ഒരേറ്റ
കുത്തുകൊടുക്കുകയാണ്. നിനക്ക് വിശ്വാസം ഇല്ലാന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവർക്കും അതുപോലെയല്ല, ആദ്യം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നാൽ അടികൊണ്ട് വെറുതെ ഇരിക്കാൻ പോളും തയ്യാറായിരുന്നില്ല. ഇയാൾക്കിട്ടൊന്ന് കൊടുക്കാനായിട്ട് പോളും ചാടി എഴുന്നേൽക്കാണ്. എന്നാൽ അപ്പോഴേക്കും അയരൻ അങ്ങോട്ടേക്ക് വന്ന് രണ്ടുപേരും പിടിച്ചു മാറ്റുകയാണ്. എന്നാൽ പോള് ഭയങ്കര ദേഷ്യത്തിലാണ്. അവൻ പറയുന്നത് ഇവിടെ ഉണ്ടാക്കിയ ഒരു കൺസ്ട്രക്ഷൻ ഇതിലൊക്കെ ഉണ്ടായിരുന്ന എന്തൊക്കെയോ ഒരു തെറ്റുമൂലമാണ് ഈ ഒരു ഷാർക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്, അല്ലാതെ ഇയാൾ പറയുന്ന പോലെ തന്നെ. എന്നാൽ ദയനീയമായിട്ട് തന്നെ പോളിനെ ഇപ്പോൾ ഈ ഷാറ്റ് നോക്കുന്നുണ്ട്, ഇവൻ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത. എന്നാൽ നമ്മുടെ പോളിപ്പോൾ ഭയങ്കര വാശിയിലാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടായാലും ശരി റേഡിയോ നന്നാക്കണം, കാരണം അതല്ലാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേറൊരു മാർഗ്ഗമില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കാര്യം തപ്പി നടക്കുകയാണ് പോളിപ്പോ. ആ സമയത്ത് പോളിന്റെ മുഖത്ത് ആ ഒരു ചോര കണ്ടിട്ട് ആൻഡ്രി ചോദിക്കുന്നുണ്ട്, അച്ഛാ മുഖത്ത് എന്താ പറ്റിയത്? അപ്പൊ പോളി പറയുന്നത്, അതൊന്നുമില്ല, വരുന്ന വഴിക്കൊന്ന് വീണതാ. ഇതേ സമയത്ത് തന്നെ പോളിന്റെ മകൻ അവനും അവിടെ ഉണ്ടായിരുന്നു. അവൻ ചോദിക്കണം, അച്ഛാ നമ്മളെല്ലാവരും ഇവിടെ കിടന്ന് മരിക്കുവോ? എന്നാൽ അപ്പൊ തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോള് വന്നിട്ട് മകനോട് പറയണത്, ഇല്ലടാ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ചില സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാത്ത വലിയ വലിയ പ്രശ്നങ്ങൾ വരും, ഇതും അതുപോലൊന്ന് തന്നെയാണ്. ഇപ്പൊ ടോമി ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ആൻഡ്രിയും പറയാണ്, നമ്മൾ ചെസ്സൊക്കെ കളിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, പല സമയത്തും നമ്മളൊന്ന് കുടുങ്ങിപ്പോവും, പക്ഷേ നമ്മളൊന്ന് റിസ്ക് എടുത്താൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമല്ലോ, എപ്പോഴും നമുക്കൊരു വഴിയുണ്ടാവും. എന്നാൽ നമ്മുടെ ഈ ഒരു ചെറുക്കൻ ടോമി അവൻ ആ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഈ ദൈവങ്ങളെ കുറിച്ച് പഠിക്കുകയായിരുന്നു, ഈ നാട്ടിൽ ആ ഒരു പഴയ പുരാണ കഥയൊക്കെ. സോ ആ കഥയിൽ പറയുന്നത് ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ, അതായത് ആ ഒരു ദൈവത്തിന്റെ കോപം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പിന്നീട് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരു വലിയ ത്യാഗം, ആരെങ്കിലും ഒരാളുടെ സാക്രിഫിക്കേഷൻ. ഇത് കേട്ടപ്പോൾ ഒന്ന് ഷോക്കായി പോകുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ടോമിയോട് പറയണം, മോനെ ഇന്ന് ഇവിടെ വെച്ച് ആരും ത്യാഗം ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ എല്ലാവരും പുറത്തേക്ക് കിടക്കും. അതുപോലെ ആൻഡ്രിയോട് എന്തോ ഒരു എക്യുപ്മെന്റിന്റെ പേര് പറഞ്ഞിട്ട് അത് ഇവിടെ എവിടെയെങ്കിലും കിട്ടിയെങ്കിൽ അത് തപ്പിയെടുത്തിട്ട് വാന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ പോള് എഞ്ചിൻ റൂമിലേക്ക് പോവാണ്, എന്തൊക്കെയോ ടൂൾസ് കയ്യിലെടുക്കുന്നുണ്ട്. അവന്റെ പിന്നാലെ തന്നെ ഒരു ഷാറ്റോ ഉണ്ട്. എന്താ നിന്റെ പദ്ധതി എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് പോള് പറയുന്നത് ഇവിടുത്തെ ആ ഒരു ജനറേറ്റർ സിസ്റ്റം ഉണ്ടല്ലോ, അത് ഓവർ ഹീറ്റ് ആയി കിടക്കുകയാണ്, അതൊന്ന് കൂളാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റേഡിയൊക്കെ പഴയതുപോലെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ആ ജനറേറ്റർ ഇവർ കൂളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചെറുക്കനുണ്ടല്ലോ ടോമി, അവനൊരു പരിപാടി കാണിക്കുകയാണ്. അതായത് അവനും വിചാരിക്കുന്നത് ഈ ഷാറ്റോ ഒക്കെ പറഞ്ഞതുപോലെ ഇത് ആ ഒരു ദൈവത്തിന്റെ ശാപമാണ്. അപ്പൊ ആ ഒരു ശാപം തിരിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തിനോട് അവൻ പറയാൻ പോവാണ്. കയ്യിൽ ഒരു മരത്തിന്റെ തോണിയുണ്ട്. മാത്രമല്ല ആ തോണിയിൽ ഇപ്പൊ ഈ റിഗിൽ പെട്ടുകിടക്കുന്ന ഓരോരുത്തരുടെ ഒരു മരപ്രതിമ പോലെ എന്തോ ഒന്നുണ്ടാക്കി അതിന്റെ ഏറ്റവും മുൻഭാഗത്ത് ആ ഒരു ഗോഡിന്റെയും വെച്ച് പതിയെ വെള്ളത്തേക്ക് അവൻ ആ ഒരു തോണി വെക്കുകയാണ്. എന്നിട്ട് ആ ഒരു ദൈവത്തിനോട് മാപ്പ് ചോദിക്കുകയാണ്, ഞങ്ങൾ വെറുതെ വിടണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് അയരൻ ഈ ഒരു റിഗിലെ ചില ഡോക്യുമെന്റ്സ് കണ്ട് അതിങ്ങനെ വായിച്ചു നോക്കുകയാണ്. അതിൽ ചില ഡാറ്റകൾ കണ്ട് അവളാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. മാത്രമല്ല ആ ഒരു പേപ്പർ വർക്ക് മുഴുവൻ ചെയ്തതും അതിൽ സൈൻ ചെയ്ത് കൊടുത്തതും പോളാണ്. അതിലെന്താണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല, മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത് കണ്ട് വല്ലാതെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ് അയരൻ. ഇതേ സമയത്ത് തന്നെ ആൻഡ്രി ടോമി എവിടെ നോക്കിയിട്ട് കാണുന്നില്ല, അവനെയും വിളിച്ച് അങ്ങനെ നടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ടോണി താഴെ വെച്ച ആ ഒരു തോണി ഉണ്ടല്ലോ, അത് പതിയെ കടലേക്ക് വെച്ചിട്ടുണ്ട്. കടലേക്ക് വെച്ച സമയത്ത് പെട്ടെന്ന് അതൊന്ന് ഇളകുകയാണ്. അതിന്റെ മുന്നിൽ നിന്നും അവന്റെ അച്ഛൻ്റെതാണെന്ന് പറഞ്ഞു വെച്ച ആ ഒരു ചെറിയ പാവയുണ്ടല്ലോ, അത് വെള്ളത്തിലേക്ക് വീണു പോവാണ്. അപ്പൊ തന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു കുലുക്കം വന്ന് ആ വെള്ളത്തിലേക്ക് ടോമി വീഴാണ്. അവിടെ കിടന്ന് നിലവിളിച്ച് അവൻ കരയാൻ തുടങ്ങി. അപ്പൊ ആ ഒരു കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് അയറിനും അതുപോലെ തന്നെ പോളും ആൻഡ്രിയും ഇവരെല്ലാവരും ഓടി വരുന്നുണ്ട്. അയറിൻ നോക്കുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന മോനെ കാണുന്നത്. അവളൊന്നും നോക്കിയില്ല, വെള്ളത്തിലേക്ക് എടുത്തങ്ങോട്ട് ചാടി. പിന്നീട് വേഗം തന്നെ ആ ഒരു ഓയിൽ റിഗിലേക്ക് നീന്തി കയറാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും പോളും അങ്ങോട്ടേക്ക് വന്നു, അവനും എടുത്ത് ചാടി. എന്നാൽ ഇതേ നേരം തന്നെ ഇവരെ എല്ലാവരെയും ലക്ഷ്യമാക്കിക്കൊണ്ട് വെള്ളത്തിനടിയിൽ നിന്നും ആ ഒരു വലിയ ഡീമൺ നെഗ്രോ അത് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജസ്റ്റ് മിസ് എന്ന് പറയല്ലോ, കഥാനായകനും കഥാനായികയല്ലേ, എന്തായാലും ഇപ്പൊ തന്നെ ഒന്നും മരിക്കില്ല. താൽക്കാലികമായിട്ട് അവര് രക്ഷപ്പെടുന്നുണ്ട്. ശരിക്കും ഇപ്പോഴാണ് അവരുടെ ശ്വാസം ഒന്ന് നേരെ വീണത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ആ ഒരു ഓയിൽ റിഗ് കാണിക്കുകയാണ്. അതിന്റെ ആ ഒരു ചുറ്റുഭാഗം മുഴുവനായിട്ട് തകർന്നു കിടക്കുകയാണ്. ലീക്ക് ഉണ്ടായി ഒരുപാട് അവശിഷ്ടങ്ങൾ കടലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഓയിലിന്റെ അവശിഷ്ടങ്ങൾ. ബേസിക്കലി നോക്കുകയാണെങ്കിൽ കടലിന്റെ ആ ഒരു ഭാഗം മുഴുവനും മലിനമായിരിക്കുകയാണ്. ഈ നാട്ടിലെ ആ ഒരു പഴയ കെട്ടുകഥ പുരാണങ്ങളിൽ വെച്ച് ഇവിടത്തേക്ക് ദൈവമായിട്ടുള്ള തലോക്ക്, അതിന് ദേഷ്യം വരാൻ ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാരണം വേണോ? എന്തായാലും മലിനമായി കിടക്കുന്ന ആ ഒരു സമുദ്രവും ആ ഒരു റിഗും നമ്മളെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം ടോമിയെ കാണിക്കുകയാണ്. അവൻ വല്ലാതെ ഭയന്നു പോയിട്ടുണ്ട്. സോ അവന്റെ തലയിൽ ഇതെല്ലാം നന്നായിട്ട് തുടച്ചു കൊടുക്കുകയാണ് നമ്മുടെ അയറിൻ. ഇതേ നേരത്തെ തന്നെ പോളും അവന് വേണ്ടിയുള്ള സാധനങ്ങൾ എടുത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ അയറിൻ പെട്ടെന്ന് തന്നെ ഇത് തട്ടി മാറ്റുകയാണ്. അതായത് പോളിനോട് ഭയങ്കര ദേഷ്യത്തിൽ പെരുമാറുകയാണ്. അതായത് ഇവിടെ നടന്ന ഈ പ്രശ്നത്തിന് എല്ലാത്തിനും കാരണം, ഇവിടെ എത്രയൊക്കെ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടോ അതിന്റെ എല്ലാത്തിനും കാരണം നീയാണെന്ന് പറയാണ്. ഇപ്പൊ പോള് പറയാണ്, അയറിൻ നീ എന്തീ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല, നീ അങ്ങോട്ടേക്ക് വാ, പിള്ളേരുണ്ട്, നമുക്ക് മാറി ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് പോളിനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ആരെയും പറയാണ്, ഈ ഒരു ഓയിൽ റിഫൈനറി, ഈ ഒരു റിഗ് ഇവിടെ വർക്കാവാൻ കാരണമായിട്ടുള്ള ആ ഒരു ലൈസൻസും അതിന്റെ ആ ഒരു ഡോക്യുമെന്റേഷനും ഇതെല്ലാം ചെയ്തു കൊടുത്തത്, ഇതിനൊക്കെ അപ്രൂവൽ കൊടുത്തത് ആരാണ്? നീയല്ലേ? എന്നാൽ പോൾ ഇതിനെ എതിർക്കുകയാണ്. ഏയ് നീ എന്തീ പറയുന്നത്, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറയാണ്. എന്നാൽ ലൈറിൻ പറയാണ്, കുറച്ച് അപ്പുറത്ത് കുറച്ച് ഡോക്യുമെന്റുകൾ കിടക്കുന്നുണ്ട്, അത് മുഴുവൻ ഞാൻ കണ്ടു, അതിലെല്ലാത്തിലും സൈൻ ചെയ്തിരിക്കുന്നത് നീയാണ്, നിനക്ക് വേണമെങ്കിൽ ഇതിനെ തടുക്കായിരുന്നു, ഇത് പൂട്ടിപ്പിക്കായിരുന്നു, എന്നിട്ട് നീ അതിനു വേണ്ടി സൈൻ ചെയ്തിട്ട് കൊടുത്തു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരുവിധമൊക്കെ നിനക്ക് അറിയായിരുന്നു, എന്നിട്ടും എന്തിന് ഇതിനൊക്കെ കൂട്ടുനിന്നു. ഈ സമയത്ത് പോള് പറയാണ്, അത് പിന്നെ ഇതെന്റെ ജോലിയുടെ ഭാഗമല്ലേ. അപ്പൊ ആരും പറയണ്, അതെ
നിന്റെ ജോലിയുടെ ഭാഗം തന്നെയാണ്. അതിന്റെ ആ ഒരു ഫലമാണ് ഞാനും നീയും നമ്മുടെ മക്കളൊക്കെ ഇവിടെ പെട്ടുകിടക്കുന്നത്. എടാ എത്ര പേരെ ഇവിടെ വന്ന് മരിച്ചിരിക്കുന്നത്, അതിന്റെ ആ ഒരു കാരണക്കാരൻ നീയല്ലേ. ആ ഒരു കമ്പനി അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇതിനെല്ലാത്തിനുള്ള പെർമിഷൻ നീയായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ ഇവരുടെ ഈ ഒരു വഴക്ക് കേട്ട് പിള്ളേര് അങ്ങോട്ടേക്ക് വന്ന് എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട്. അപ്പൊ പോള് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് പറയരുത് മിണ്ടാതിരിക്കുക. നിനക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും വേണ്ടി നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടി, നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തത്. അതായത് ഒരു തരത്തിലൊരു അഴിമതി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പോള് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ചെയ്തതിന്റെ കർമ്മഫലം എന്നതുപോലെ അവനും അവന്റെ കുടുംബവും അവസാനം ഇവിടെ തന്നെ വന്ന് പെട്ടത്. പോളിന് പിന്നീട് രണ്ടാമതൊന്ന് സംസാരിക്കാനുള്ള അവസരം പോലും നമ്മുടെ ഐറിൻ കൊടുക്കുന്നില്ല. അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അവിടെ നിന്ന് പോവുകയാണ്. ഇതിനുശേഷം പിന്നീട് കടലിന്റെ അടിഭാഗത്ത് കാണിക്കുകയാണ്. അതായത് എൽ ഡെമോ നെഗ്രോ എന്ന് പറഞ്ഞ ആ ഒരു ഭീകരൻ വെള്ളത്തിന് അടിയിലൂടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരത്ത് തന്നെ ഈ ഒരു റിഗിന്റെ 4 തൂണുകളുണ്ടല്ലോ, അതിലൊന്നിലായിട്ട് ആക്റ്റീവായി കിടക്കുന്ന ഒരു ബോംബ്, അത് ബോംബാണോ മറ്റെന്തെങ്കിലും മിഷീൻ ആണോ എന്നറിയില്ല, അതിന്റെ ടൈം അങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മറ്റൊരു ഭാഗത്ത് പോളിപ്പോ നടന്ന കാര്യങ്ങളൊക്കെ, അതായത് അവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചാറ്റോട് പറയാണ്. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ഓയിൽ റിഗിലേക്ക് പോള് ഇൻസ്പെക്ഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഇവിടെ ചില മിസ്റ്റേക്കുകൾ ഉള്ളതായിട്ട് പോള് കണ്ടുപിടിച്ചു. എന്നാൽ കമ്പനിയിൽ ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അത് അവർ വലിയ കാര്യമൊക്കെ എടുത്തതൊന്നുമില്ല. അതുപോലെ തന്നെ അവർ പോളിന് പ്രൊമോഷൻ കൊടുക്കാൻ നിന്ന് വലിയ സാലറി കിട്ടാൻ പോവാണ് അവന്. മാത്രമല്ല അന്ന് കമ്പനി കൊടുത്ത എല്ലാ ഡോക്യുമെന്റ്സിലും അവൻ തന്നെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഈ ഒരു ഓയിൽ റിഗിന് യാതൊരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നുള്ള ഒരു സേഫ്റ്റി സർട്ടിഫിക്കറ്റ് തന്നെ അവർ ഉണ്ടാക്കുകയാണ്. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു പോൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു. കമ്പനി പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സിലും ഒന്നും നോക്കാതെ അവൻ വെറുതെ സൈൻ ചെയ്ത് കൊടുത്തതാണ്. ആ ഒരു ഡോക്യുമെന്റിന്റെ പേരിൽ ഇങ്ങോട്ടേക്ക് ഒരുപാട് തൊഴിലാളികളെ ആ ഒരു കമ്പനി അയച്ചു. ഇവിടെ കൂടുതൽ മെയിൻ്റെനൻസ് വർക്കുകളോ അല്ലെങ്കിൽ ആ ഒരു ലീക്കേജിന്റെ പ്രശ്നങ്ങളൊന്നും തടുക്കാൻ ഇതൊന്നും കമ്പനി നോക്കിയില്ല. അവർ വെറും ലാഭം എടുക്കാൻ വേണ്ടി മാത്രമേ നോക്കിയുള്ളൂ. ശരിക്കും ആ ഒരു കമ്പനിയുടെ കളിയിൽ അവൻ പെട്ടുപോയതാണ്. അതായത് കോർപ്പറേറ്റുകൾ അങ്ങനെ തന്നെയാണ്, പരമാവധി അവരവരുടെ ആ ഒരു ലാഭങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, ഈ ഒരു ഓയിൽ റിഫൈനറിയിൽ ഒരുപാട് ഓയിൽ ലീക്ക് ഉണ്ടായി, കടല് മലിനമായി. ഇങ്ങോട്ടേക്ക് വന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഷാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഡീമൺ കാരണം മരണപ്പെട്ടു പോയി. ഈ കമ്പനിയാണ് ഇതിനെല്ലാത്തിനും കാരണം. എന്നാൽ ഒരു പരിധി വരെ പോളിന്റെ അശ്രദ്ധയും കൂടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണമായത്. അതുപോലെ ഈ റിഗ് താങ്ങി നിർത്തിയിരിക്കുന്ന ആ പില്ലർ ഉണ്ടല്ലോ, അതിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് സ്ഥാപിച്ച ആ ഒരു ബോംബ് അതിപ്പോഴും അവിടെ ഉണ്ടെന്ന് നമ്മുടെ പോളിന് അറിയാം. ഓയിൽ എടുക്കാൻ വേണ്ടി കടലിന്റെ അടിഭാഗം പൊട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വലിയ വലിയ തുരങ്കങ്ങൾ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്ന ബോംബുകളാണ് അതൊക്കെ. എന്തായാലും പോളിപ്പോ ഷാറ്റോട് പറയാണ്, എന്തായാലും അവസാനം കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്തേക്ക് തന്നെ എത്തി, ഞാൻ തന്നെ ഇവിടെ എത്തിപ്പെട്ടില്ലേ, അതാണ് വിധി. എന്തായാലും ഇതിന് കൂടുതൽ മറുപടി കൊടുക്കാനൊന്നും ഈ ഷാറ്റോ നിൽക്കുന്നില്ല കേട്ടോ. എന്തായാലും ഇവരെല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ട് അവസാനം ഇവിടുത്തെ ആ ഒരു കരണ്ടും കാര്യങ്ങളൊക്കെ നേരാക്കിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഷാറ്റോ ഇവിടെയുള്ള ആ ഒരു റേഡിയോ കേടായി പോയില്ലേ, അത് നന്നാക്കാൻ നോക്കാണ്. വലിയ കുഴപ്പമില്ലാതെ എന്തൊക്കെയോ ഒന്ന് തട്ടിക്കൂട്ടി അതിലൂടെ പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു തീരത്തുണ്ടായിരുന്ന ബോട്ടിലേക്ക് അതിന്റെ ചെറിയ ചെറിയ മെസ്സേജുകൾ വരുന്നുണ്ടെങ്കിലും അത് വ്യക്തമായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഷാറ്റോ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റേഡിയോ കത്തിപ്പോവാണ്. ഈ സമയത്താണ് നമ്മുടെ ചെറുക്കൻ ടോമി എവിടുന്നാന്നറിയില്ല ഈ കാറ്റടിച്ച് വീർപ്പിക്കുന്ന അങ്ങനത്തെ സൈസ് ആ ഒരു ബോട്ട് ഉണ്ടല്ലോ, അത് ഇവിടുന്ന് വലിച്ചു കൊണ്ടുവരുന്നത്. അതായത് അതിൽ കാറ്റൊന്നുമില്ല, അതുപോലെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല, നിറയെ തുളകളായിരുന്നു. അപ്പൊ അതടക്കാനുള്ള ഒരു വിദ്യ നമ്മുടെ ആൻഡ്രി അതുപോലെ തന്നെ ഐറിൻ കണ്ടുപിടിക്കുകയാണ്. തെർമോക്കോൾ ഉണ്ടല്ലോ, അതെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കുമ്പോൾ, അതായത് ഈ പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഉരുകിപ്പോകും, പിന്നീട് അത് നല്ല പശയായി മാറും. അങ്ങനെ കുറെ പശ അവരുണ്ടാക്കി കുറെ പ്ലാസ്റ്റിക്കിന്റെ കഷ്ണം എടുത്ത് ഇതെല്ലാം ഒട്ടിക്കുകയാണ്. ഈ നേരത്താണ് അങ്ങോട്ടേക്ക് പോള് വരുന്നത്. അതായത് പോളിന്റെ ഉള്ളിൽ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. പോൾ ഇപ്പൊ നേരെ വന്നിട്ട് ഷാറ്റോയോട് പറയാണ്, ഈ റിഗിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലേ, അതായത് നിന്റെ നാട്ടുകാരും ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് നിന്റെ നല്ല മനസ്സുകൊണ്ടാണ്. ഒരു പരിധി വരെ ഇവിടെ നടന്ന എല്ലാ പ്രശ്നത്തിനും കാരണക്കാരൻ ഞാനാണ്. അപ്പൊ അതിനുള്ള പരിഹാരം ഞാൻ തന്നെ കാണണം. അതായത് കടലിന്റെ അടിഭാഗം തുരയ്ക്കാനായിട്ട് നേരത്തെ ഓൾറെഡി ബോംബുകൾ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ എങ്ങനെയെങ്കിലും അതിലൊരു ബോംബ് എടുത്ത് ആ ജീവിയുടെ അണ്ണാക്കിലിട്ട് ഞാൻ പൊട്ടിക്കും. അതിനൊരു പ്രത്യേക പ്ലാൻ നമ്മുടെ പോളിന്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യം ഷാറ്റോയോട് പറഞ്ഞ സമയത്ത് അതൊരിക്കലും പോസിബിൾ അല്ല, നിനക്ക് പിന്നീട് കടലിന്റെ അടിയിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയില്ല. ഇപ്പൊ പോള് പറയണേ, ഞാൻ എന്തായാലും ഈ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഷാറ്റോ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, ദയവ് ചെയ്ത് എന്റെ കൂടെ നിൽക്കണം. പിന്നെ അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ ഫാമിലിയെ സേഫ് ആയിട്ട് നിങ്ങൾ കരയിലേക്ക് എത്തിക്കണം കേട്ടോ. എന്തായാലും ഇതെല്ലാം ഞാൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എന്ന് പറയാണ്. അങ്ങനെ പിള്ളേരുടെയും അതുപോലെ ഇവരെല്ലാവരുടെയും കൈ പിടിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഷാറ്റോ ആണ് പ്രാർത്ഥിക്കുന്നത്, ഈ ഒരു സ്ഥലത്തിന്റെ ആ ഒരു ദൈവത്തിന്റെ പേര് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളോട് ക്ഷമിക്കണം, ആ ഒരു വലിയ ആപത്തിൽ നിന്നും ആ ഒരു കോപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോള് അത് വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. അവൻ കണ്ണ് തുറന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഇതിലൊന്നും പോളിന് ഇപ്പോഴും വലിയ വിശ്വാസമില്ല. അങ്ങനെ ആ ഒരു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ഇപ്പൊ പോള് അവന്റെ കയ്യിൽ കുറച്ച് ടൂളുണ്ട്, ഇതെല്ലാം എടുത്തുകൊണ്ട് നേരെ കടലിനടിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ഈ കാര്യം ഐറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവള് വേഗം തന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല പോള്, നീ എന്തായി ചെയ്യാൻ പോകുന്നേ? പോള് പിന്നീട് കാര്യങ്ങൾ പറയാണ്, ഈ ഓയിൽ റിഗ് ഉണ്ടല്ലോ, ഇതിന്റെ താഴ്ഭാഗത്തെ തൂണില് ഒരു ബോംബ് ഉണ്ട്, അത് വെച്ച് എനിക്കൊരു പദ്ധതി ഉണ്ട് എന്ന് പറയാണ്. അതായത് ഐറിന് ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. പക്ഷെ ഐറിൻ പറയാണ് അത് ചെയ്യണോ? എന്നാൽ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോള് പറയാണ്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, ഞാൻ കാരണം എത്രയോ വലിയ മിസ്റ്റേക്ക് ഇവിടെ സംഭവിച്ചു, ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയി. അപ്പൊ ഞാൻ റിസ്ക് എടുത്തേ മതിയാവുള്ളൂ, ഞാൻ ഇത് ചെയ്യണം. എന്നാൽ പൂർണ്ണമായിട്ടും ഐറിനെ ഇത് ചെയ്യേണ്ട
വേണ്ടാന്ന് പറയാനും പറ്റുന്നില്ല. പോൾ അത്രയും തീരുമാനിച്ചതുപോലെയാണ്. അതുപോലെ തന്നെ പോൾ ഇപ്പോൾ നമ്മുടെ ഷാറ്റോയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, സപ്പോസ് ഇനി എന്തെങ്കിലും ഈ കടലിനടിയിൽ പോയിട്ട് എനിക്ക് സംഭവിച്ചാൽ ദയവ് ചെയ്തിട്ട് ഈ റിഗിൽ നിന്ന് എങ്ങനെയെങ്കിലും സേഫ് ആയിട്ട് എന്റെ ഫാമിലിയെ കരയിലേക്ക് എത്തിക്കണം. അക്കാര്യത്തിൽ നീ എനിക്ക് വാക്ക് തരണം എന്ന് പറയണം. ഷാറ്റോ അവന് വാക്ക് കൊടുക്കുകയാണ്. പിന്നീട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒന്നുകൂടെ പോള് ഐറിനെ ഒന്ന് നോക്കുകയാണ്. സങ്കടം കൊണ്ട് കരച്ചിൽ അടക്കി പിടിച്ച് അവൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് പോള് വെള്ളത്തിനടിയിലേക്ക് പോവാണ്. പിന്നീട് ആ ഒരു ഓയിൽ റിഫൈനറിയുടെ ആ ഒരു തൂണുണ്ടല്ലോ, അതിൽ ഘടിപ്പിച്ച ആ ഒരു ബോംബ് താഴേക്ക് ചെന്ന് അവൻ കയ്യിലെടുക്കുകയാണ്. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം കൂടെ പോളിന് ചെയ്യണം. അതായത് ഓയിൽ ലീക്കേജ് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ടല്ലോ, അതിനെ ഇല്ലാതാക്കണം. അതായത് പെർമനന്റ്ലി ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്ന ആ ഒരു കുഴല് ക്ലോസ് ആക്കണം. അതിനു വേണ്ടിയിട്ട് ചില വയറുകളും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്ത് കട്ട് ചെയ്ത് കളയാണ്. അതോടുകൂടിയിട്ട് അടിയിലെ ആ ഒരു മുടി പൂർണ്ണമായിട്ടും ക്ലോസ് ആയി പോവാണ്. അതായത് ഇനി മുതൽ അതിനുള്ളിൽ നിന്ന് മുകളിലേക്ക് ഓയിൽ വരില്ല. ഇനി മുതൽ ഇവിടെ ഒരു ഓയിൽ ലീക്കേജ് ഉണ്ടാവില്ല. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഷാർക്ക് അവന് നേരെ വരികയാണ്. പെട്ടെന്ന് തന്നെ പോള് കുറച്ച് കമ്പികളുണ്ട്, അതിനിടയിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഷാർക്കിന് അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ പോൾ ഏകദേശം ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്, അവന്റെ മരണം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് അവൻ വാക്കി ടോക്കി കയ്യിൽ കരുതിയായിരുന്നു. അത് വെച്ച് ഇപ്പോൾ ഷാറ്റോയെ വിളിക്കുകയാണ്. ഷാറ്റോയുടെ കാര്യങ്ങളൊക്കെ പറയാണ്, എന്റെ കുടുംബത്തെ സേഫ് ആയിട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ പിന്നീട് ഐറിനോടും സംസാരിക്കുന്നുണ്ട്, ആൻഡ്രിയോടും സംസാരിക്കുന്നുണ്ട്, ടോമിയോടും സംസാരിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം കരച്ചിൽ അടക്കാൻ കഴിയുന്നില്ല. കാരണം അവസാനമായിട്ടാണ് അവരുടെ അച്ഛൻ സംസാരിക്കുന്നത്. ഓരോരുത്തർക്കും വേണ്ടി പോളിനെ ഓർക്കാൻ വേണ്ടി അവരുടെ ബാഗിൽ പോൾ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല ഇവർക്കാർക്കും. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവസാനം പോൾ അത് ചെയ്യാൻ പോവുകയാണ്. അതായത് പതിയെ പതിയെ ആ ഒരു ബോംബ് ആക്റ്റീവ് ആക്കിക്കൊണ്ട് ഈ കമ്പികൾക്കിടയിൽ നിന്ന് താഴേക്ക് അങ്ങനെ ഇറങ്ങി വരികയാണ്. അവൻ ഇറങ്ങി വരുന്നത് കണ്ട് ആ ഒരു ഷാർക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് അങ്ങനെ വരികയാണ്. അവന് വിഴുങ്ങിയതും ആ ബോംബ് ഒരേറ്റ പൊട്ടലാണ് കേട്ടോ. ഇത് പുറത്തു നിന്നും അവർക്ക് കാണാൻ കഴിഞ്ഞു. അവരിപ്പോ ആ ഒരു ലൈഫ് ബോട്ടിലാണ് ഉള്ളത് കേട്ടോ. ആ ഒരു ബ്ലാസ്റ്റ് കണ്ടപ്പോൾ തന്നെ പിള്ളേർക്കും അതുപോലെ ഐറിനും മനസ്സിലായി അവരുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞു എന്ന്. അപ്പൊ എല്ലാവരും നിലവിളിച്ച് കരയാണ്. മാത്രമല്ല ഇപ്പൊ ദൂരെ നിന്നും ഒരു ബോട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേഗം തന്നെ ഷാറ്റോ ഒരു ഫ്ലെയർ അടിച്ച് അവരുടെ ലൊക്കേഷൻ ആ ഒരു ബോട്ടിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് മറ്റാരുമല്ല, ഈ ഒരു സ്ഥലത്തേക്ക് വന്ന സമയത്ത് അവരോട് പരിക്കമായി പെരുമാറിയ ആ ഒരു തൊപ്പി വെച്ച ആളുണ്ടല്ലോ, അയാൾ തന്നെയാണ്. ഞാൻ വിചാരിച്ചു ആളൊരു മോശം മനുഷ്യനായിരിക്കുന്നു. അല്ല കേട്ടോ, അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ ഐറിന് അവിടുന്ന് വരാൻ തോന്നില്ല. കാരണം അവളുടെ ഹസ്ബൻഡ് പോള് ഇവിടെ മരിച്ചു വീണതല്ലേ. എന്തായാലും പിന്നീട് പിള്ളേരുടെ കൂടെ ആ ഒരു ബോട്ടിലേക്ക് അവൾ കയറുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നോക്കി നിൽക്കിയ ആ ഒരു വലിയ ഓയിൽ റിഫൈനറി തകർന്ന് വെള്ളത്തിനടിയിലേക്ക് പോവുകയാണ്. അങ്ങോട്ടേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ ഒരു പിള്ളേരെയും കൂട്ടി നമ്മുടെ ഐറിൻ അവിടുന്ന് പോവുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അതായത് ഈ സിനിമയെ രണ്ട് തരത്തിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതായത് ഈ നാട്ടുകാർ പറയുന്നത് പോലെ ആ ഒരു പുരാണം പോലെ ഇവിടുത്തെ കടൽ മലിനമായ സമയത്ത് അതിനെ മലിനമാക്കാൻ വന്ന ആളുകളെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കാനായിട്ട് ആ ഒരു ദൈവം പറഞ്ഞു വിട്ടത് ഒരു ഡീമൺ ആണ്, ഈ ഒരു എൽ ഡീമോണോ നെഗ്രോ എന്ന് പറഞ്ഞ ഒരു വലിയ ഷാർക്ക്. സോ ഈ ഒരു ശാപത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ പുരാണത്തിൽ പറയുന്നത് പോലെ തന്നെ എല്ലാത്തിനും കാരണമായ ഒരാളുടെ ത്യാഗം തന്നെ വേണം. ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ. ഇതിനെല്ലാത്തിനും കാരണം ആരാണ്? പോളാണ്. പോൾ അവന്റെ ലൈഫ് അത് ത്യാഗം ചെയ്തു. ഇനി ഈ ഒരു കഥയെ മറ്റൊരു രീതിയിൽ നമുക്ക് കാണാം. അതായത് പ്രകൃതിയെ വല്ലാതെ മനുഷ്യൻ ചൂഷണം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓയിൽ ലീക്കേജ് ഉണ്ടായി. ചിലപ്പോൾ കടലിനടിയിലെ ചില ജീവികൾക്ക് ഇത് കാരണം മ്യൂട്ടേഷൻ സംഭവിച്ചതായിരിക്കാം. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയ പോളിന് മനസ്സിലായി ഇതിനെല്ലാത്തിനും കാരണക്കാരൻ അവൻ തന്നെയാണ്. അവൻ കാരണം ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അതിന്റെ ആ ഒരു കുറ്റബോധം അവനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവന്റെ ലൈഫ് കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഇല്ലാതാക്കണമെന്ന് പോൾ തീരുമാനിച്ചതും അതുപോലെ അവൻ ചെയ്തതും. ഇതിനിപ്പോ പുരാണമായിട്ട് ബന്ധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അവന്റെ ആ ഒരു കുറ്റബോധത്തിൽ നിന്നും അവൻ ചെയ്തതാണ്. ഇതിൽ ഏത് കാഴ്ചപ്പാടിലൂടെയാണ് ഈ ഒരു സിനിമയെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടം? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.